കേരളത്തിലെ ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലെ കമ്പത്തേക്ക് ഒരു ബൈക്ക് യാത്ര. രാവിലെ ഒരു 8:30 ഇടുക്കിയിൽ ഞങ്ങൾ താമസിച്ച സ്റ്റേയിൽ നിന്നും യാത്ര തിരിച്ചു. ഇടുക്കിയിലെ ഞങ്ങൾ കറങ്ങിയ സ്ഥലങ്ങളും ഞങ്ങൾ താമസിച്ച സ്റ്റേയുടെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോകൾ അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ കാണാൻ മറക്കല്ലേ. കുട്ടാർ കമ്പംമേട്ട് റോഡിലൂടെ ഒരു 6-7 കിലോമീറ്റർ യാത്ര ചെയ്ത് കമ്പംമേട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക്. ഇതുവരെയുള്ള യാത്ര ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന കേരള സംസ്ഥാന പാത 40-ലൂടെയായിരുന്നു. വരുന്ന വഴിക്ക് വമ്പൻ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ വരവോടെ കേരളത്തിലെ റോഡുകളുടെയും പാലങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രി സമുച്ചയങ്ങളുടെയും എല്ലാം മുഖച്ഛായ തന്നെ അതിവേഗം മാറുകയാണ്. അങ്ങനെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കമ്പംമേട്ട് ചെക്ക് പോസ്റ്റ് കടക്കുവാണ്. കേരള ഫോറസ്റ്റ് വകുപ്പിന്റെയും തമിഴ്നാട് ഫോറസ്റ്റ് വകുപ്പിന്റെയും ഓഫീസുകളുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും തുടങ്ങി ഇതൊക്കെ നോക്കി നടക്കുന്ന കുരങ്ങന്മാർ വരെ വിഹരിക്കുന്ന ചെക്ക് പോസ്റ്റ് കാഴ്ച. 2 ഹമ്പും ചാടി കുരങ്ങിന് ക്രോസ് ചെയ്യാൻ അനുവദിച്ച് മുമ്പോട്ട് പോകുന്നത് കൊടിയ വളവുകളിലേക്കാണ്. കമ്പംമേട്ട് റോഡ് തമിഴ്നാട് സംസ്ഥാന നഗരപാത 90-ലൂടെയാണ് ഇനിയുള്ള യാത്ര. കേരളത്തിന്റെ റോഡുകൾ ശോചനീയമാണെന്നും തമിഴ്നാട്ടിൽ കയറിയാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാമെന്നും പറഞ്ഞു കേൾക്കാത്തവർ ചുരുക്കമാണ്. ഇത് തമിഴ്നാട് സംസ്ഥാന നഗരപാതയാണെങ്കിലും പണിഞ്ഞു കഴിഞ്ഞിട്ട് അധികം നാളുകളാകാത്ത റോഡാണെങ്കിലും വഴിക്കെല്ലാം ചെറുതും വലുതുമായ ഗട്ടറുകൾ കാണാം. ചിലയിടത്തൊക്കെയാണെങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. എന്നാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാം മരക്കാലുകൾ ഏറെയുള്ള വഴിയായതുകൊണ്ട് ടാർ റോഡുകൾ അധികം നാൾ നിൽക്കാത്തതിന്റെ പ്രശ്നമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന അവർക്ക് അനുഭവമുള്ള തമിഴ്നാട് റോഡ് ഏതാകും? അതിനിയും നമുക്ക് വരും വഴിക്ക് പറയാം. 21 ഹെയർപിൻ വളവുകളും ചെറിയ കുറച്ച് വളവുകളും നിർത്താതെയുള്ള ഇറക്കവുമാണ് ഈ വഴിയുടെ പ്രത്യേകത. പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ മൂടി നിൽക്കുന്ന റോഡിന്റെ വശങ്ങളിൽ പാറക്കെട്ടുകളും വലിയ താഴ്ചയും മരങ്ങൾ നിറയെ കുരങ്ങന്മാരും അപകടം സൂചിപ്പിക്കുന്ന ബോർഡുകളും ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത തമിഴിൽ മാത്രം എഴുതിയ ബോർഡുകളും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ ക്യാമറ വെച്ച് പിറ്റിയടിച്ചിട്ടും ഹെൽമറ്റ് വെക്കാത്തവരുണ്ടല്ലോ. എന്നാൽ ഇവിടെ അതൊരു സാധാരണ കാഴ്ചയായി തോന്നി. ഇനി അഥവാ വേണമെങ്കിൽ പോലും വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രം മതി. ചില കൊടൂരമായ വളവുകളിൽ വലിയ വാഹനങ്ങളുമായി വരെ ഏറ്റുമുട്ടേണ്ടി വരും. പിന്നെ അതിന്റെ വലുപ്പം ഓർക്കുമ്പോൾ ചെറുതായിട്ട് ഒതുങ്ങിക്കൊടുക്കും. ഇടയ്ക്ക് വഴിയിൽ ഒരു വളവിൽ ഒരു ചെറിയ കുരിയാല പോലെ എന്തോ ഒന്നുണ്ട്. എങ്ങാനും ഒരു വലിയ വണ്ടി ലോഡുമായി നമ്മുടെ മുമ്പിൽ വന്ന് വെട്ടാൽ അവിടെ തീർന്നു നമ്മുടെ കഥ. പിന്നെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിചാരിക്കണം. ഇനി നമ്മളെങ്ങാനും ഓവർടേക്ക് ചെയ്യാൻ റെഡിയായി വരുമ്പോ നിനക്കിപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള അനുവാദം ഇല്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഏതൊരു പട്ടിക്ക് കിട്ടുന്ന ആ അവസരത്തിൽ നമ്മൾ കയറിപ്പോകും. ഇനി ഒരിക്കലും മുമ്പിൽ കയറാൻ സമ്മതിക്കില്ല എന്ന തീരുമാനത്തിൽ. ചില വളവുകൾ കഴിഞ്ഞാൽ ദൂരെ ഉയരത്തിൽ നിന്നുള്ള കമ്പം കാഴ്ചകൾ കാണാം. കമ്പം പട്ടണത്തിന്റെ കാഴ്ചകൾ. പുലിയുടെ ഫോട്ടോ കൊണ്ടൊരു ബോർഡും കണ്ടു. എന്തായാലും പകൽ പുലി ഇറങ്ങാൻ സാധ്യതയില്ല എന്നതാണ് നമ്മുടെ ആശ്വാസം. തമിഴ്നാട് സംസ്ഥാന നഗരപാത 90-ലൂടെ 10-10.5 കിലോമീറ്റർ കഴിഞ്ഞ് ദേശീയപാത 183-ലെ ബൈപ്പാസിലൂടെ കയറി കൊല്ലം തേനി ദേശീയപാത 183-ലൂടെയാണ് തുടർന്നുള്ള പോക്ക്. നമ്മുടെ നാട്ടുകാർ പറയുന്ന അവർക്ക് അനുഭവമുള്ള തമിഴ്നാട് റോഡ് ഏതാകും? അത് കൂടുതലും ഇത്തരം ദേശീയപാതകളാണ്, നാഷണൽ ഹൈവേസ്. ദേശീയപാതകളുടെ വികസനം തമിഴ്നാട്ടിൽ പണ്ടും സമരങ്ങൾ കൂടാതെ നടക്കാറുണ്ട്. കാരണം അവരുടെ വികസനങ്ങൾക്ക് ഒരു പാർട്ടിയും തുരങ്കം വെക്കാറില്ല. ആത്യന്തികമായി ആ നാടിന്റെ വികസനമാണ് അവരുടെ എല്ലാം ലക്ഷ്യം. എന്നാൽ കേരളത്തിലെ കഥ അതല്ല. ദേശീയപാതയുടെ പണി സ്തംഭിച്ച് ദേശീയപാത അതോറിറ്റി ഇട്ടിട്ട് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് 2014-ൽ. അവിടെ നിന്നും ഇന്ന് കാണുന്ന ദേശീയപാതയുടെ വികസനം കേരളം നൽകുന്ന വിഹിതവും ചേർത്തുകൊണ്ടാണ്. അതിന് തെളിവായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ രേഖയുടെ ലിങ്ക് താഴെ ചേർക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. ഇവിടെ എന്തായാലും റോഡുകളിൽ ഇടയ്ക്ക് വാഹനത്തിന്റെ സ്പീഡും ബ്ലോക്കും ഒക്കെ നിയന്ത്രിക്കാനാവണം. പാതി വഴി തടഞ്ഞുള്ള ഗേറ്റുകൾ കാണാം. ഓരോ ഗേറ്റിലും അതാത് പോലീസ് സ്റ്റേഷൻ പരിധിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വളരെ അനുകരണീയമായ ഒന്നായി തോന്നി. എന്നാൽ ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ് വരുമ്പോൾ ഇത് പണിയാവില്ലേ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. വെയിലത്തിങ്ങനെ വിശാലമായ ദേശീയപാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ വിശാലമായ കൃഷിയിടങ്ങളുടെ കാഴ്ച ഭയങ്കര സുഖം തരുന്ന ഒന്നാണ്. കേരം തിങ്ങും കേരളനാട് എന്ന് പാടി നടന്ന കേരളത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യത്തക്കവണ്ണം ഇവിടുത്തെ തെങ്ങ് കൃഷി വലുതാണ്. അതോടൊപ്പം വാഴകൃഷി, മുതിര, പുളി എന്നിവയാണ് ഇവിടെ കണ്ട കൃഷിയിനങ്ങൾ. പോകും വഴി ദേശീയപാതയിലൂടെ കാളവണ്ടി പോകുന്ന കാഴ്ച വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. കൃഷിയുടെ കാര്യത്തിലൊക്കെയും ഇത്രയും വികസനം നടന്ന ഈ സമയത്തും കാളവണ്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ അത്ഭുതം തന്നെ. കേരളത്തിൽ കൃഷി ദിനംപ്രതി കുറയുമ്പോൾ അവിടെ കൃഷി വർദ്ധിക്കുകയാണ്. തമിഴ്നാട് ചരിത്രപരമായി ഒരു കാർഷിക സംസ്ഥാനമാണ്. അതേസമയം വ്യാവസായിക മേഖലയിലും അവർ മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു. 2022 ഗ്രാമ്പു ഉൽപാദനത്തിൽ 1059 മെട്രിക് ടണ്ണുമായി തമിഴ്നാട് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. രാജ്യത്തുടനീളം ഏത്തപ്പഴവും തേങ്ങയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടാണ്. മഞ്ഞൾ, കരിമ്പ്, പരുത്തി, ചോളം, നിലക്കടല തുടങ്ങിയ മറ്റ് വിളകളുടെ ഉൽപാദനത്തിലും ഇതൊരു മുൻനിര സംസ്ഥാനമാണ്. നിലവിൽ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവയ്ക്ക് പിന്നിൽ ഇന്ത്യയിലെ 4ാമത്തെ വലിയ അരി ഉൽപാദക സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥന്റെ കൂടെ നാടാണ് ഈ തമിഴ്നാട്. കേരളത്തിന് ഇത്രയുമേറെ ഭൂപ്രകൃതി അനുയോജ്യമായി ഇല്ലെങ്കിലും നമ്മളാനാകും വിധം കൃഷിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷിഭൂമി കണ്ടെത്തി അവ ഗവൺമെന്റ്, പ്രൈവറ്റ് കമ്പനികൾക്ക് പാട്ടത്തിന് നൽകിയിട്ടായാലും ശരി കൃഷി ഉൽപാദനം അത്യാവശ്യമാണ്. സാമൂഹിക പുരോഗതിയുടെ പാതയിൽ വെസ്റ്റേൺ സ്റ്റൈൽ പിന്തുടർന്ന് കൃഷി ഉപേക്ഷിച്ച് വൈറ്റ് കോളർ ജോലികൾ തേടുന്ന ചിന്താഗതിക്ക് അറുതികൾ വരുത്താനായി കൃത്യമായ ചില നടപടികൾ ആവശ്യമാണ്. പക്ഷേ അതിന് കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുകയും അവരുടെ കോടികൾ വരുന്ന കടങ്ങൾ എഴുതിത്തള്ളുകയും നാമമാത്രമായ കർഷകരെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് ചെറിയ തുക കാർഷിക പെൻഷൻ നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന രീതി ഇന്ത്യ ഗവൺമെന്റ് അവസാനിപ്പിക്കാതെ കാർഷിക രംഗത്ത് മാറ്റം കൊണ്ടുവരിക അസാധ്യമാണ്. സംസാരിച്ച് ഇച്ചിരി സീരിയസ് ആയി പോയി തോന്നുന്നു. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.